മടങ്ങി വരുമ്പോൾ കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ഇഡിയോടും ആദായ നികുതി വകുപ്പിനോടുമാണ് വിശദീകരണം തേടിയത്. കൊടകര കവർച്ചാ കേസിലെ 50ാം സാക്ഷി സന്തോഷാണ് ഹർജിക്കാരൻ. നവമി ദിനേശിച്ചിരുന്നു. നവമി, എന്താണ് കോടതിയുടെ ഈ വിഷയത്തിലെ ഇടപെടൽ? സജിത്ത്, ഈ അടുത്തിടയ്ക്ക് പോലും ഈ കൊടകര കള്ളപ്പണ കേസ് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ഹർജി കോടതിയിൽ എത്തുന്നത്. ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്, അതായത് ഈ കൊടകര കള്ളപ്പണ കേസിൽ, അതിന്റെ ഒരു ഇടപാട് കേസിൽ ഇതിനോടകം തന്നെ ഇഡിയും ആദായ നികുതിയും അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിലെ ഈ അന്വേഷണം എവിടെ വരെ എത്തിയെന്നോ ഇതിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തെന്നോ അക്കാര്യങ്ങളൊന്നും തന്നെ ഇതുവരേക്കും കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാക്ഷി കൂടിയായ സന്തോഷ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 3 റിപ്പോർട്ടുകളാണ് ഇഡിയും ആദായ നികുതി വകുപ്പും ഇതിനോടകം തന്നെ പോലീസ് നൽകിയിരിക്കുന്നത്. 3 റിപ്പോർട്ടുകൾ ഇഡിക്കും ആദായ നികുതി വകുപ്പിനും നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്, ഇതിൽ കുഴൽപ്പണമാണ്, ചില BJP നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്, ഇത് ഹവാല ഇടപാട് തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ, ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലും വ്യക്തമാണ്. പക്ഷേ അന്ന് ഈ ഒരു അന്വേഷണം, അതായത് ഇതിനൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് സലിം മടവൂർ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിക്ക് മറുപടിയായി ഇഡി പറഞ്ഞത്, ഇത് ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ള കേസാണ്, ഇതിന്റെ അന്വേഷണം നടക്കുന്നു എന്നാണ്. പക്ഷേ 2021 ഇത് പറഞ്ഞ് വർഷങ്ങൾ ഇപ്പുറമായിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താത്തത്? പലപ്പോഴും അലസത ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഇതിലൊരു വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇഡിയോടും ആദായ നികുതിയോടും 3 ആഴ്ചയ്ക്കകം അന്വേഷണത്തിന്റെ പുരോഗതി അത് എങ്ങനെയാണെന്ന് ഉള്ളൊരു അറിയിക്കാനെന്നാണ് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സജിത്, യെസ്, അതാണ് കൊടകര കുഴൽപ്പണ കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ. ഇരു അന്വേഷണ ഏജൻസികളോടും ഇരു വകുപ്പുകളോടുമാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.